സബർമതിന്റെ മണൽ തീരത്തൊരു മൗനം പൂത്തു. അവിടെ അഹിംസ തന്റെ നിഴൽ പരത്തി സൂര്യനെ പോലെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ ഡൽഹിയിൽ വന്നപ്പോൾ നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ അടക്കം ചെയ്ത ആ പുണ്യസ്ഥലത്ത്, ആ പരിപാവനമായ സ്ഥലത്ത് നമ്മുടെ രാഷ്ട്രപിതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ പുണ്യഭൂമി ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ വന്നതാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ പൂജ്യതയും ബഹുമാനവും ഒക്കെ എത്രയുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മണ്ണിൽ അടക്കം ചെയ്ത ആ മണ്ണിൽ വന്ന് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷം. നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോകാം. ആ സ്ഥലമാണിത്, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനിപ്പം ആ ഗേറ്റിന്റെ അവിടുന്ന് നേരെ കയറി വന്നത് ഇതിന്റെ മുകൾ ഭാഗത്തേക്കാണ് കേട്ടോ. അടക്കം ചെയ്തിരിക്കുന്നത് അങ്ങ് താഴെയാണ് കേട്ടോ. ആ താഴ്ഭാഗത്താണ്. നമുക്ക് താഴത്തെ ഗേറ്റ് വഴി നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ അതിലെ ചെന്ന് കഴിഞ്ഞാൽ ആ പാവനമായ പുണ്യഭൂമിയിൽ ചെല്ലാം. നമുക്ക് അവിടെ ചെന്ന് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലമൊക്കെ ഗാർഡനും കാര്യങ്ങളും ഒക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പുണ്യഭൂമി ആയതുകൊണ്ട് അത്ര ബഹുമാനത്തോടു കൂടിയാണ് ഇവിടം ക്രമീകരിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഈ അടക്കം ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്തിന് പറയുന്ന രാജ്ഘട്ട് എന്നാണ് നാമധേയം ചെയ്തിരിക്കുന്നത്. ഈ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിന് രാജ്ഘട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ പുണ്യഭൂമിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് കാണാനായിട്ടും ഇവിടെ വന്ന് സമയം ചെലവഴിക്കാനും ഒക്കെ ഇവിടെ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഈവനിങ് ടൈമാണ്. നിറയെ ആൾക്കാരാണ്. കാരണം ഈ പരിപാവനമായ ഈ ഭൂമിയിൽ വന്ന് കുറച്ച് സമയമൊക്കെ എല്ലാവരും വന്ന് ചെലവഴിക്കുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അവിടെ ദീപം കത്തിച്ച്, എപ്പോഴും അവിടെ ദീപമൊക്കെ കത്തിച്ച് അതുപോലെ പൂക്കളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി ഒരുക്കി വെക്കും. കാരണം രാഷ്ട്രപിതാവായതുകൊണ്ട് അത്ര പൂജ്യതയോടെയാണ് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോ ഇന്ത്യൻ പൗരനും അത്രയ്ക്ക് സ്നേഹവും അടുപ്പവും എല്ലാം നമ്മുടെ രാഷ്ട്രപിതാവിനോടുണ്ട്. ആ സ്നേഹം എല്ലാവരിലും ഉണ്ടാകണം. കാരണം നമ്മുടെ രാഷ്ട്രപിതാവാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് നമുക്ക് പോകാം. സബർമതിന്റെ മണൽ തീരത്ത് ഒരു മൗനം പൂത്തു. അവിടെ അഹിംസ തന്റെ നിഴൽ പരത്തി സൂര്യനെ പോലെ. ഈ കൈത്തറി നൂലിൽ ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നം നെയ്തു. ഉപ്പു സത്യാഗ്രഹം കാലം കണ്ട മഹാത്ഭുതം. അവനായിരുന്നു ഗാന്ധി വെളിച്ചം, എന്നും വെളിച്ചം. സബർമതിന്റെ മണൽ തീരത്തൊരു മൗനം പൂത്തു.
അവിടെ അഹിംസ തന്റെ നിഴൽ പരത്തി സൂര്യനെ പോലെ ഈ കൈത്തറി നൂലിൽ ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നം നെയ്തു ഉപ്പു സത്യഗ്രഹം. കാലം കണ്ട മഹാത്ഭുതം അവനായിരുന്നു ഗാന്ധി. വെളിച്ചം എന്നും വെളിച്ചം. അത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.